ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന മത്സരത്തിലും പരാജയപ്പെടാനായിരുന്നു റയലിന്റെ വിധി. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഗെറ്റാഫെ റയലിനെ തോൽപ്പിച്ചിട്ടുള്ളത്. ലാലിഗയിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലാണ് റയൽ തോൽക്കുന്നത്. നേരത്തെ ഒസാസുനയും റയലിനെ പരാജയപ്പെടുത്തിയിരുന്നു. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇതേ തുടർന്ന് റയലിന് ഇപ്പോൾ ലഭിക്കുന്നത്. റയലിന്റെ ആരാധകനാണ് എഡു അഗ്യുറെ. അദ്ദേഹം നമുക്കറിയാം ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹവും ഇപ്പോൾ റയലിനെ നിശിതമായി കൊണ്ട് വിമർശിച്ചിട്ടുണ്ട്. അതായത് താരങ്ങളെയാണ് അദ്ദേഹം ഇപ്പോൾ വിമർശിച്ചിട്ടുള്ളത്. റയലിന്റെ ഇപ്പോഴത്തെ പ്രശ്നം അത് താരങ്ങളാണ്, അതല്ലാതെ പരിശീലകരല്ല എന്നാണ് എഡു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർബിലോവയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഡ്രസ്സിംഗ് റൂമിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ കഴിവതും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഉത്തരവാദികൾ ഈ താരങ്ങളാണ്. അവർ ആഞ്ചലോട്ടിയെ ഉപേക്ഷിച്ചു, സാബി അലോൺസോയെ ഉപേക്ഷിച്ചു, ഇപ്പോൾ അർബിലോവയെയും ഉപേക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ടീമിനകത്ത് ചില സ്റ്റാറുകൾ ഉണ്ട്. അവരാണ് പ്രശ്നക്കാർ. അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു. ക്ലബും ഡ്രസ്സിംഗ് റൂമും അവരുടേതാണ് എന്നാണ് അവരുടെ വിചാരം. എന്നാൽ കളിക്കളത്തിലേക്ക് വരുമ്പോൾ അവർ അപ്രത്യക്ഷരാകുന്നു. ടീമിനോട് ഒരു സ്പിരിറ്റും ഇല്ല. ആരാധകരുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എഡു അഗ്യുറെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ലാലിഗയിലും ഇപ്പോൾ റയൽ മാഡ്രിഡ് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിരീടം പതിയെ പതിയെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിൽ ഒരൊറ്റ കിരീടം പോലും ഇതുവരെ റയൽ നേടിയിട്ടില്ല. ഇനിയിപ്പോൾ ലാലിഗയും ചാമ്പ്യൻസ് ലീഗും മാത്രമാണ് അവശേഷിക്കുന്നത്. ആ കിരീടങ്ങൾ നേടുക എന്നുള്ളത് നിലവിലെ അവസ്ഥയിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായി വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.